വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. നമ്മൾ ഇന്നലെ രാത്രി 2 സെൻട്രൽ ബാക്കുകളായിട്ടാണ് ഹെവി ആയിട്ട് ലിങ്ക് ആയത്. അപ്പോൾ നമുക്ക് അവരെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്പർ 1 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എവർട്ടൻ്റെ ജാറഡ് ബ്രാത്ത്വെയിനെ കുറിച്ചിട്ടാണ്. 21 വയസ്സുള്ള സെൻട്രൽ ബാക്കാണ്. മിക്കവാറും പലരും കണ്ടിട്ടുണ്ടാവും, കാരണം പ്രീമിയർ ലീഗിൽ തന്നെ കളിക്കുന്ന പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫെമിലിയർ അല്ലാത്ത പ്ലെയറൊന്നുമല്ല. ഇപ്പോൾ ഇന്നലെ ടൈംസ് റിപ്പോർട്ട് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ടൈംസ് ഈ പ്ലെയറായിട്ട് സെറ്റപ്പ് ആയി എന്നുള്ളതാണ്. 100 to 150 പെർ വീക്ക് കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും എവർട്ടൺ ഇട്ടിരിക്കുന്ന പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട് 80 മില്യൺ 70 മില്യൺ ആ റേഞ്ചിലൊക്കെയാണ്. അപ്പോൾ ആ വിലയ്ക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കൂടുതലാണ്. നമുക്കത് ആ വിലയ്ക്ക് മേടിക്കാനും പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് നമുക്ക് ഒത്തിരി സെയിൽസ് നടത്തണം, നമ്മുടെ ബഡ്ജറ്റ് ആകെ 35-40 മില്യൺ അങ്ങാണ്ടുള്ളൂ, ബാക്കി പൈസകളൊക്കെ സെയിൽസിൽ നിന്ന് വേണം വരാനുള്ള കാര്യമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ അറിഞ്ഞുകൂടാ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ എന്തായാലും യുണൈറ്റഡ് ഒരു 40, 50, 60 ആ റേഞ്ചിൽ ചെയ്യാനായിരിക്കും ശ്രമിക്കുക. ഇപ്പോൾ എന്തായാലും ബ്രാത്ത്വെയിനെ കുറിച്ച് നോക്കിക്കഴിയുമ്പോൾ ബ്രാത്ത്വെയിറ്റ് ഡ്യുവൽ ഫ്യൂട്ടഡ് ആണ്. പുള്ളി ഇടങ്കാലും കൊണ്ടും കളിക്കും വലങ്കാലും കൊണ്ടും കളിക്കും. ഇപ്പം കൂടുതലായിട്ടും കളിക്കുന്ന ലെഫ്റ്റ് സൈഡ് സെൻട്രൽ ബാക്ക് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നിലവിൽ ആ റോള് ശരിക്കും പറഞ്ഞാൽ ലിസാൻഡ്രോനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ലിസാൻഡ്രോയുടെ കാര്യം നമുക്കറിയാം, മിക്കപ്പോഴും ഇഞ്ചറി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിസാൻഡ്രോനെ നമുക്ക് 100% ആശ്രയിക്കാൻ പറ്റില്ല. അപ്പോൾ ലിസാൻഡ്രോ കളിക്കുന്ന സമയത്ത് വലിയ മാറ്റമൊക്കെ ഉണ്ട്. പക്ഷേ ലിസാൻഡ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഒരു സംശയമായി ലിസാൻഡ്രോയുടെ കാര്യം. ഇപ്പോൾ ഇവൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര അഗ്രസീവായിട്ടുള്ള പ്ലെയറാണ്. ചാടി കയറിപ്പോയി അറ്റാക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പോൾ നമുക്ക് മഗ്വയറിൻ്റെ കളിയിൽ നമുക്ക് പലപ്പോഴും അറിയാം, അദ്ദേഹം പലപ്പോഴും കയറി അറ്റാക്ക് ചെയ്ത് കയറി ചെല്ലും. പക്ഷേ ചില സമയത്ത് ഒരൊറ്റൊരു ബോൾ മതി, അല്ലെങ്കിൽ വെട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഓടേണ്ടി വരും. മഗ്വയറിന് റിക്കവറി പേസ് ഇല്ല. അപ്പോൾ എന്ന് പറയുന്ന പോലത്തെ ഒരു സിമിലർ ആയിട്ടുള്ള രീതിയിൽ അറ്റാക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ ഇവനുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് നല്ല റിക്കവറി പേസിന് നല്ല ഫാസ്റ്റാണ്. അതുപോലെ തന്നെ ചാനൽ ഡിഫെൻഡിങ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇവൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ വിങ്ങേഴ്സ്, ഇപ്പോൾ സലേനെയൊക്കെ ഓടിപ്പിടിക്കുന്ന, അതുപോലെ തന്നെ സലോയായിട്ടൊക്കെ ഡ്യുവൽസൊക്കെ വിൻ ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് ലിവർപൂളായിട്ടുള്ള മത്സരത്തിൽ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള വിങ്ങേഴ്സിനെതിരെയൊക്കെ മുട്ടി നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ബ്രാത്ത്വെയിറ്റ്. അതുപോലെ തന്നെ പിന്നെ മെൻഷൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഡ്യുവൽ സക്സസ് റേറ്റ് ആണ്. 1-on-1 സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ നല്ല ഡ്യുവൽ സക്സസ് റേറ്റ് ഉള്ള പ്ലെയറാണ്. എസ്പെഷ്യലി അണ്ടർ 23 പ്ലെയേഴ്സിൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കുമ്പോൾ യൂറോപ്പിൽ തന്നെ 5ാം പൊസിഷനിൽ ഡ്യുവൽ സക്സസ്സിൽ ഇവൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പൊട്ടൻഷ്യൽ ഗ്രോത്ത് ഒക്കെ ഉള്ള പ്ലെയറാണ്. അതുപോലെ തന്നെ എവർട്ടൺ ഫാൻസൊക്കെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺ സ്റ്റോൺസിനേക്കാളും പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ജോൺ സ്റ്റോൺസ് അവിടെയാണല്ലോ കളിച്ചുകൊണ്ട്, അതിന് ശേഷമാണ് അദ്ദേഹം മാൻ സിറ്റിയിലേക്ക് പോയത്. അപ്പോൾ അങ്ങനെ രീതിയിലൊക്കെ വളരെയധികം ഹൈലി റേറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ്. പിന്നെ നെഗറ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദി ബോൾ എബിലിറ്റിയുടെ കാര്യമാണ്. പാസിംഗ് ഒക്കെ ആവറേജ് ആണ്. അതുപോലെ തന്നെ ബോൾ കൊണ്ട് മുമ്പിലിട്ട് പോകുന്ന കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ ഇത്തിരി ആവറേജ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ ഔട്ട് ഓഫ് പൊസിഷൻ ഡിഫെൻഡിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആൾ വളരെ പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്. സ്റ്റിൽ റോ പ്ലെയറാണ്, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഒന്നുമല്ല, ഒത്തിരി ഡെവലപ്മെൻ്റൊക്കെ ബാക്കിയുള്ള പ്ലെയറാണ്. അപ്പോൾ അതാണ് ബ്രാത്ത്വെയിനെ പറ്റി പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ലിങ്കായ മറ്റൊരു പ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെനി യോറോയാണ്. ഇപ്പോൾ ലോറോ ആയിട്ട് നമ്മൾ നേരത്തെ ലിങ്ക്സ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇന്നലെ ഡേവിഡ് ഓൺസ്റ്റീൻ ഈ കാര്യം പറഞ്ഞപ്പോഴാണ് അത് ഹെവി ആയിട്ടുള്ള ലിങ്കായി മാറിയത്. അപ്പോൾ യുണൈറ്റഡിനും അതുപോലെ തന്നെ ലിവർപൂളിനും കാര്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ റയൽ മാഡ്രിഡിനും കാര്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പോൾ റൊമാനോ ഒക്കെ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയറിൻ്റെ സൈഡ് നോക്കി കഴിയുമ്പോൾ അവൻ്റെ പ്രിഫറൻസ് കൂടുതലും റയലിലേക്ക് പോകാനാണ്. അപ്പോൾ അതുപോലെ അൾട്ടിമേറ്റ്ലി റയൽ തന്നെ ഈ പ്ലെയറിനെ സൈൻ ചെയ്യും എന്നുള്ളൊരു ഫീലിംഗ് ആണ് ലിവർപൂളിനും യുണൈറ്റഡിനും ഉള്ളതെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ റയലിലേക്ക് പോകുന്നതിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പോൾ ദേ ആർ ദി ബെസ്റ്റ് ക്ലബ് ഇൻ ദി വേൾഡ് അറ്റ് ദി മൊമെൻറ്റ്. അപ്പോൾ അതുപോലെ തന്നെ അവിടെയുള്ള ഫ്രഞ്ച് താരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ചുവമേനി ഉണ്ട്, ഫെർലാൻ മെൻഡി ഉണ്ട്, പിന്നെ ആരൊക്കെയാണ്, എംബാപ്പെ ഉണ്ട്, കമവിംഗ ഉണ്ട്. അപ്പോൾ അങ്ങനെ താരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അങ്ങോട്ട് പോകാനുള്ള അട്രാക്ഷൻ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. പിന്നെ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടിങ് സെൻറ്റർ ബാക്കായിട്ട് മാറാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ലൂർ ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളതാണ്. അപ്പോൾ അത് എത്രത്തോളം നടക്കുന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഓൾറെഡി ഫ്രഞ്ച് കണക്ഷൻസൊക്കെ ഇപ്പോൾ ജോൺ ക്ലോഡ് ബ്ലാങ്കൊക്കെ വഴി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി നേരത്തെ പോലെയല്ല, കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് യുണൈറ്റഡായിട്ട് ഹെവി ആയിട്ട് ലിങ്ക് വന്നിട്ടുള്ളത്. ഇവർ രണ്ടുപേരെയും ഒരേ സമയം സൈൻ ചെയ്യുമോ എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. മേ ബി ഒരാളെ അതിനുള്ള സാധ്യത ഞാൻ കാണുന്നുള്ളൂ. രണ്ടുപേരെ സൈൻ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം ലിൻഡലോഫിൻ്റെയും മഗ്വയറിൻ്റെയൊക്കെ കോൺട്രാക്ട് തീരാൻ പോവുകയാണ്. അടുത്ത വർഷം വരെ അവർക്ക് കോൺട്രാക്റ്റ് ഉള്ളൂ. അവർക്ക് ഇനി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. അവർ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. അവരെ പറഞ്ഞു വിടുക, അതിനുശേഷം പുതിയ ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതാണ് പേഴ്സണലി എൻ്റെ സൈഡിൽ നിന്നുള്ളൊരു ആഗ്രഹം. പക്ഷേ
നമ്മുടെ ക്ലബ്ബ് അങ്ങനെയാണ്, വാല്യൂ കുറയുന്ന അല്ലെങ്കിൽ കോൺട്രാക്റ്റ് തീരാറൊക്കെ ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ തല്ലിപ്പൊളി പ്ലെയേഴ്സിനും കോൺട്രാക്റ്റ് കൊടുത്ത് ശീലമുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവുമോ എന്നുള്ളതാണ് ഇനിയോസിൻ്റെ അണ്ടറിൽ നമ്മൾ നോക്കിക്കാണുന്നത്. ഇപ്പോൾ ലെനിയോറോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൈനിങ് തന്നെയായിരിക്കും. കാരണം പല വലിയ ക്ലബ്ബുകളും ഹൈലി റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് സൂപ്പർ സ്റ്റാറായിട്ട്, ഡിഫൻസിൽ സൂപ്പർ സ്റ്റാറായിട്ടൊക്കെ പറയപ്പെടുന്ന ഒരു പ്ലെയറാണ്. ഭാവിയിൽ ഒരു വാൻഡൈക്കൊക്കെ ആയി മാറും എന്നൊക്കെയാണ് പറയുന്നത് ഈ ഒരു താരത്തെക്കുറിച്ച്. അപ്പോൾ എന്തായാലും ഇവൻ്റെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റൊരു കളിയും ലൈവ് ഫുള്ള് കണ്ടിട്ടില്ല. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ആസ്റ്റൺ വില്ലയ്ക്കെതിരെയുള്ളൊരു പ്രകടനം വളരെ മികച്ചൊരു പ്രകടനമായിരുന്നു. പാസിംഗ് ഒക്കെ ആണെങ്കിലും അതുപോലെ തന്നെ 1-on-1 ഡിഫെൻഡിങ്, ഹെഡർ, ഇങ്ങനെ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അടിപൊളിയാണ്. വെറും 18 വയസ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വളരെയധികം പൊട്ടൻഷ്യലുള്ള പ്ലെയറായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതാണ്, ഇതിലാരാണ് നമ്മുടെ ക്ലബിലേക്ക് വരാൻ പോകുന്നുള്ള കാര്യം അറിയില്ല. ഇനിയിപ്പോൾ ഇവരൊന്നും അല്ലെങ്കിൽ പിന്നെ ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ടുള്ള ടൊഡീബോ ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ടൊഡീബോനെ സൈൻ ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. റാഡ്ക്ലിഫ് ഫണ്ടിൻ്റെ സ്വന്തം ക്ലബ്ബിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലേക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ആരായിരിക്കും വരാൻ പോകുന്നതെന്നുള്ള കാര്യം. ലെനിയോറോൻ്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷ ഒക്കെ ആയിരിക്കും നല്ലത്. കാരണം അൾട്ടിമേറ്റ്ലി റയൽ തന്നെയാണ് അതിനകത്ത് പീക്ക് അല്ലെങ്കിൽ സ്ട്രോങ് പൊസിഷനിൽ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു പ്ലെയറിലേക്ക് പോവാം, മൈക്കിൾ ഒലീസി. അപ്പോൾ ഒലീസി ആയിട്ടും കുറേ നാളുകളായിട്ട് നമ്മുടെ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഒലീസിനെ നമ്മൾ ചെൽസി മോണിറ്റർ ചെയ്യുന്നുണ്ട്, യുണൈറ്റഡ് മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ ബയൻ്റെ കെയറൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്, ബയനും ന്യൂകാസിലൊക്കെ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം. ഒലീസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കളിക്കാൻ നേരത്തെ അടിപൊളി പ്ലെയറാണ്, ആ കാര്യത്തെക്കുറിച്ചൊന്നും പറയാനില്ല. അസിസ്റ്റുകളൊക്കെ നേടുന്നുണ്ട്. അതുപോലെ അതൊക്കെ ആ സൈഡിൽ നിന്നൊക്കെ, പ്ലെയർ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അടിപൊളിയാണ്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാംസ്ട്രിങ് ഇഞ്ചുറിയുടെ കാര്യം തന്നെയാണ്. നിരന്തരം ഹാംസ്ട്രിങ് ഇഞ്ചുറി ഇപ്പോൾ റീസെൻ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹാംസ്ട്രിങ് ഇഞ്ചുറി നമുക്കറിയാം അതൊരു വലിയ പ്രശ്നമാണ്. ടീംസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇങ്ങനെ ഹാംസ്ട്രിങ് ഇഞ്ചുറി വീണ്ടും വീണ്ടും റിക്കറിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. സർജറി ചെയ്താലും അതിന് പർട്ടിക്കുലർലി ഇത് മാറും എന്ന് ഉറപ്പുള്ള കാര്യമല്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു കൺസേൺ ആണ്. എന്തായാലും ചെൽസി തന്നെയാണ് ഫ്രണ്ട് റണ്ണേഴ്സ്. മാത്രമല്ല ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നിലവിലുള്ള റൈറ്റ് വിങ്ങിലുള്ള വാഴകളെയൊക്കെ പറഞ്ഞു വിടണം. ആൻ്റണി 90 മില്യൻ്റെ ആൻ്റണി ഇരിക്കുന്നുണ്ട്, 70 മില്യൻ്റെ സ്കാംജോ ഇരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പറഞ്ഞു വിടാണ്ട് നമുക്ക് എങ്ങനെയാണ് റൈറ്റ് വിങ്ങിൽ സ്ട്രെങ്തൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നൊരു വാർത്തയാണ് ഗ്രീൻവുഡിനെ യുവൻറ്റസ് കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏതാണ്ട് 40 മില്യൺ കിട്ടും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ 40 മില്യൺ കിട്ടുകയാണ് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ശേഷം സാൻജോനെയും ആൻ്റണീനെയൊക്കെ പറഞ്ഞു വിടണം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ബേസിക്കലി നടക്കുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.